ഹായ്, എൻ്റെ പേര് നീതു. ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നു. റീൽസ് കണ്ടിട്ടാണ് ഇവിടെ വന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ വേറെ സ്ഥലത്തൊക്കെ പഠിക്കാൻ പോയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇത്രയൊന്നും കംഫർട്ടും ആയിട്ടില്ലൊന്നും മനസ്സിലായിട്ടുമില്ല വലുതായിട്ട്. ഇപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഇതിൻ്റെ ഏകദേശം കാര്യങ്ങളൊക്കെ വണ്ടിയുടെ തന്നെ പിടികിട്ടിയത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട്. പിന്നെ ആശാനാണെങ്കിലും വഴക്ക് പറയാത്തതൊരു വലിയൊരു ക്വാളിറ്റി. അത്രയും ക്ഷമയുണ്ട്. എങ്ങനെ ക്ഷമിക്കുന്നതെന്നറിയില്ല. അതാണ് മെയിൻ. നല്ല ക്ഷമയുണ്ട്. അതുകൊണ്ടാണ് കൂടുതലും ഒരു കംഫർട്ട് തോന്നുന്നത്. അതേസമയം നേരത്തെയൊക്കെ വഴക്കൊക്കെ കേൾക്കുമ്പോൾ ഒരു പേടിയും വെപ്രാളമായിരുന്നു. ഇപ്പം സമാധാനമായിട്ട് പറഞ്ഞു തരുന്നതിൻ്റെ ഒരു ഇതുണ്ട്. നല്ലതായിരുന്നു. ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇനിയും ക്ലാസ്സിന് വരണമെന്നാണ്. എനിക്ക് അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ബുക്ക് ചെയ്യാൻ. ഒരു ക്ലാസ് മാത്രം ബുക്ക് ചെയ്ത് വരുമ്പം ബാക്കി അടുത്ത ദിവസമായിട്ട് അങ്ങ് ബുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചായിരുന്നേ. പിന്നെ ഈ അടുത്ത മാസമേ ഡേറ്റ് ഉള്ളെന്ന് പറഞ്ഞു. വരണമെന്ന് ആഗ്രഹമുണ്ട്. ലൈസൻസ് എടുത്തിട്ട് എത്ര വർഷമായി? 2012 എടുത്തത്. 2012 എടുത്തതിന് ശേഷം എത്ര സ്ഥലത്ത് കൈതെളിയാനായിട്ട് പോയായിരുന്നു? ഞാനൊരു 2-3 സ്ഥലത്ത് പോയി. 3 സ്ഥലത്ത് പോയിട്ടും ഒറ്റക്ക് വാഹനം ഓടിക്കാൻ പറ്റിയില്ല? ഇല്ല. ഇപ്പം ഇവിടെ വന്നിട്ട് ഇപ്പൊ എത്ര മണിക്കൂറായി കാണും? എന്റെ കൂടെ ഇപ്പൊ ഡ്രൈവിംഗ് ചെയ്യാൻ ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂറായിട്ടുള്ളൂ. ഇപ്പൊ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. ഒരു ഗിയറിലെങ്കിലും ഇവിടുന്ന് ഒന്ന് അനക്കി ഇച്ചിരി മുന്നോട്ട് നീക്കണമെന്ന് ആഗ്രഹമുണ്ട് എനിക്ക്. അത് ചെയ്തു തരാൻ പറ്റുമോ? ഉറപ്പാണ്. ഞാൻ പുറകെ കാണും, ഉറപ്പായിട്ടും പുറകെ കാണും. പക്ഷെ പേടിയല്ലായിരുന്നു ഇവിടെ വന്നപ്പോ? പേടിയായിരുന്നു. എനിക്ക് ഭയങ്കര പേടിയാണ്. ഞാൻ ഇറങ്ങിയിട്ടും കൂട്ടുകാരിയോട് പറഞ്ഞത് നമുക്ക് തിരിച്ചു പോകാം, പൈസ പോയാലും കിട്ടില്ല എന്ന് പറഞ്ഞത്. അവള് പറഞ്ഞ ഏതൊക്കെയാലും വന്നല്ലേ ഒന്ന് പോയിട്ട് നോക്കാന്ന് പറഞ്ഞു. ഒരുപാട് പേടിയുള്ള ഒരു വ്യക്തിയാണ്. എന്റെ ഒരു കോൺഫിഡൻസിലാണ് ഞാനിപ്പോ പുറകിലിരിക്കുന്നത്. അത് ഒരിക്കലും കളയരുത്. മനസ്സിലായോ? ഇവിടെ വന്നപ്പോ ഭയങ്കര, ഞാൻ ഇതേപോലത്തെ ഒരു ക്ലൈന്റിനെ കണ്ടിട്ടില്ല. കാരണം ഒരുപാട് പേടിയായിരുന്നു. ആ പേടിയെല്ലാം മാറ്റി ഇപ്പൊ പതുക്കെ റെഡിയാക്കി. എങ്കിലും ഒരൊറ്റ ദിവസം കൊണ്ടൊന്നും ഒറ്റക്ക് വാഹനം ഓടിക്കാൻ പറ്റത്തില്ല. പക്ഷെ എങ്കിലും ഒരു മനോധൈര്യം കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ പുറകോട്ട് ഇരിക്കുന്നത്. നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് കൂടെ നോക്കാം. എന്ത് കാരണവശാലും ബ്രേക്ക് ചവിട്ടിക്കണം, ആക്സിലേറ്റർ ചവിട്ടി പിടിക്കരുത്. ഞാൻ ടെൻഷൻ ആക്കുമല്ല, എങ്കിലും ഒന്നുകൂടെ പറഞ്ഞു. ഫസ്റ്റ് ഗിയർ ഇട്ട് ഇവിടുന്ന് ഒരു 20 വേഗത്തിൽ ഇച്ചിരി നീങ്ങി നേരത്തെ പറഞ്ഞു തന്നിരിക്കുന്ന പോയിന്റിന്റെ അവിടെ കൊണ്ടുവന്ന് നിർത്തുക. അപ്പൊ ഞാൻ പുറകിലിരിക്കാനായിട്ട് പോവുകയാണ്. അപ്പൊ ചെയ്യുമ്പോൾ ഓരോ കാര്യങ്ങളും എന്നോട് പറഞ്ഞുകൊണ്ട് തന്നെ ചെയ്യണം. ഓക്കെ? മോളുടെ പേരെന്ത് വരുന്നടാ? എവിടെ നിന്നായിരുന്നു വന്നത്? ഇവിടെ വന്നപ്പോഴുള്ള എക്സ്പീരിയൻസ് എന്തായിരുന്നു? ആദ്യം ഭയങ്കര പേടിയായിരുന്നു. ഇപ്പോഴാ? ഇപ്പം ഒരുമാതിരി നോർമലായി. എനിക്ക് വലിയ പേടിയില്ല, കോൺഫിഡൻസ് ആയി ഉണ്ടായി വണ്ടി ഓടിക്കാന്നോ. ഇനിയിപ്പോ നമ്മൾ മുന്നോട്ട് എടുക്കാനായിട്ട് പോവുക. ഇപ്പോഴും എനിക്കൊരു വിശ്വാസമില്ല അങ്ങനെ ഒറ്റക്ക് വണ്ടി തരാനായിട്ട്. പക്ഷെ നീ അങ്ങനെ ഇവിടം വരെ വന്നപ്പോൾ നിനക്കൊരു കോൺഫിഡൻസ് വേണമല്ലോ. അതിനുവേണ്ടിയാണ് വണ്ടി തരുന്നത് തന്നെ. ഓക്കെ? തിരക്കൊന്നും ഇല്ലാത്ത റോഡാണ്, അതുകൊണ്ടാണ് തരുന്നത്. നമുക്ക് ഒരുപാട് വേഗതയിൽ പോകണ്ട, ചെറിയ വേഗതയിൽ. എന്ത് മുന്നിൽ തടസ്സം വന്നാലും ബ്രേക്ക് ചവിട്ടിക്കണം. ഓക്കെ? ഇപ്പൊ ഇനിയിപ്പോ നമ്മളിപ്പോ ആദ്യം എന്തായിരിക്കും ചെയ്യാനായിട്ട് പോണത്? ഇപ്പൊ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടിരിക്കുന്ന വണ്ടിയാ. സ്റ്റാർട്ട് ചെയ്തിട്ടിരിക്കുന്ന വണ്ടി നമ്മൾ ന്യൂട്രലാണെന്ന് നോക്കണം. ന്യൂട്രലാണല്ലോ. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ക്ലച്ച് ചവിട്ടി, ക്ലച്ച് ചവിട്ട്, ഫസ്റ്റ് ഗിയർ ഇട്. ഫസ്റ്റ് ഗിയർ ഇട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? പുറകിൽ നിന്ന് വരുന്ന വാഹനത്തിന് മുന്നറിയിപ്പ് കൊടുക്കണ്ടേ? അതെങ്ങനെയാ മുന്നറിയിപ്പ് കൊടുക്കുന്നത്? റൈറ്റിലോട്ട് ഇൻഡിക്കേറ്റർ ഇടണം. അതിനുശേഷം എന്ത് ചെയ്യണം? ബ്രേക്കിൽ നിന്ന് പൂർണ്ണമായിട്ടും കാലെടുത്ത് ഇടത് കാല് പതുക്കെ വിട്ടു കൊടുക്കുക. ഇപ്പൊ ദൂരെ നിന്നൊരു ലോറി വരുന്നുണ്ട്, നിനക്ക് പേടിയായിട്ട് നീ ഇപ്പൊ എടുക്കണ്ട. ആ ലോറി പാസ് ചെയ്ത് പോയതിനു ശേഷം നമുക്ക് എടുക്കാം. ഓക്കെ? ടെൻഷൻ ഒന്നും ഇല്ലാതിരിക്കണം. രണ്ടുപേരും കൂടെ ഒരുമിച്ചല്ലേ വന്നാ? കൂട്ടുകാരിയുടെ പേരെന്തോ? സൗമ്യ. നല്ല ഓടിക്കുന്നുണ്ടോ വണ്ടി? ഓടിക്കും. ഭയങ്കര പേടിയാണ് അല്ലേ? ഓക്കെ, നമുക്ക് പോവാം. ഇനി ക്ലച്ചിൽ നിന്ന് പതുക്കെ കാല് റിലീസ് ചെയ്തോട്. സൈഡ് മിറർ നോക്കണം. ടെൻഷൻ ഉണ്ടാ? സ്റ്റിയറിംഗിൽ മുറുക്ക പിടിക്കരുത്. അത്രയും റൈറ്റ് കയറണ്ട. ലെഫ്റ്റിലോട്ട് കൊണ്ടുപോവാ. പതുക്കെ അത്രയും പോകണ്ട. ഇച്ചിരിയും കൂടെ ലെഫ്റ്റിലോട്ട് കൊണ്ടുവന്ന് പതുക്കെ നേരെ പിടി സ്റ്റിയറിങ്. എന്നിട്ട് ക്ലച്ച് ചവിട്ടിക്കാം. മോള് സെക്കൻഡ് ആക്കിയേര് പെട്ടെന്ന്. ന്യൂട്രൽ സെക്കൻഡ്. ക്ലച്ച് ചെയ്ത് കാലിട്ട് കൊടുത്താൽ മോളെ പതുക്കെ. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു നിന്നെ ഒന്ന് ഒറ്റയ്ക്ക് ഇവിടുന്ന് ഓടിപ്പിച്ചിട്ടേ ഇവിടെ ആവുള്ളൂ. അങ്ങനെ എൻ്റെ ആഗ്രഹം കഴിഞ്ഞ്. ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു 2 ക്ലാസ്സും കൂടെ ഇവിടെ വന്നാൽ ഉറപ്പായിട്ടും നിന്നെ ഞാൻ പെർഫെക്റ്റ് ഡ്രൈവറാക്കിയേ വിടത്തുള്ളൂ. ഇപ്പൊ ഞാൻ അങ്ങനെ നീന്നെല്ലാം വിളിക്കുന്നത് നമ്മൾ ആ ഒരു ഇഷ്ടം കൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത് കേട്ടാ. ഇനി ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടേ. പറഞ്ഞ രീതിയിൽ മഞ്ഞ വരെ മുറിച്ച് ഇങ്ങോട്ട് ഒതുക്കി നിർത്തിക്കുക. ബ്രേക്കിൽ ഇല്ല, അകത്ത് 2 വീൽ അകത്ത് നീക്കണം മഞ്ഞ വരക്ക്. ക്ലച്ച് ഫുള്ളി ഔട്ട് ക്ലച്ച് ഫുള്ളി ഔട്ട്. അത് അങ്ങനെ ഇട്ട് ചുമ്മാ ആയിട്ട് തിരിക്കല്ലേ. ബ്രേക്ക് ഔട്ട് നിർത്തിക്കുക. ന്യൂട്രലാക്കിയത്
ഇനി പറ, ഹാപ്പിയാണോ? ഹാപ്പിയാണ്, ഉറപ്പാണോ? ഭയങ്കര സന്തോഷം. ആണല്ലോ. സ്വന്തം വണ്ടി ഓടിച്ചിട്ടുണ്ടെങ്കിൽ ഹസ്ബൻഡ് പുറയിലിരിക്കാൻ ഞാൻ സമ്മതിച്ചിട്ടില്ല. ഇല്ല. പിള്ളേർക്കും ഭയങ്കര പേടിയാ, പപ്പായ ഓടിച്ചാൽ മതിയേ, അമ്മയെ കൊണ്ട് ഓടിപ്പിക്കണ്ടാതെ വേറെ. ഇത് ഭയങ്കര സന്തോഷം. ഇനി മരിച്ചാലും വേണ്ടില്ല, ഇനി മരിച്ചാലും വേണ്ടില്ല, ഇതായിരുന്നു ആഗ്രഹം അല്ലേ? പക്ഷെ എനിക്ക് അത്രയും പോരാ. കാരണം ഇനി ഒരു 2 ദിവസത്തെ ക്ലാസ് എടുത്താൽ ഉറപ്പായിട്ടും നമുക്ക് സ്ലോട്ട് നോക്കിയിട്ട് അതനുസരിച്ച് നമുക്ക് ബുക്ക് ചെയ്തിടാം. ഓക്കെ, ഞങ്ങൾ പോവുകയാണ് മസനഗുഡി വഴി ഊട്ടിയിലോട്ട്. ക്ലച്ച് ഊട്ടിക്ക് മോനെ സെക്കൻഡ് ആക്കണം. സെക്കൻഡ് ഞങ്ങളുടെ പുതിയൊരു ക്ലൈന്റ് ആണ്, ചങ്ങനാശ്ശേരിയിൽ നിന്ന് വന്നതാണ്. വന്നപ്പോൾ ഭയങ്കര പേടിയായിരുന്നു. ഇപ്പൊ പേടിയെല്ലാം മാറി, ഇപ്പൊ തീ പോലെ വണ്ടി ഓടിക്കുന്നുണ്ട്. എങ്കിലും എനിക്ക് കൊട്ടൊക്കെ കൊടുത്തു വിടാനായിട്ടൊരു പേടി. എവിടെയാ നമ്മൾ പോണേ? മസനഗുഡി വഴി ഊട്ടിക്ക് പോകും. വേണ്ട, അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് അല്ലേ? സന്തോഷമായി അല്ലേ? മരിച്ചാലും പേടി, ഇത് തന്നെയാണല്ലോ പറയുന്നത്. കൊള്ളാം, നമ്മള് പൊളിക്കത്തില്ല. ഈ 2 ദിവസത്തെ ക്ലാസ് കൊണ്ട് നമ്മള് പെർഫെക്റ്റ് ആവും. ഒന്നുമില്ലടാ, ഇതെല്ലാം പക്കായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റൂടാ. നമ്മുടെ കാഴ്ചപ്പാടാ പറഞ്ഞു തരുന്നതും നമ്മൾ മനസ്സിലാക്കുന്ന രീതിയാണ്. മനസ്സിലായോ? പറഞ്ഞു ഒന്ന് സോഫ്റ്റ് ആയിട്ട് പറഞ്ഞു തരുമോ, നമ്മൾ മനസ്സിലാക്കി എടുക്കും. അത് ക്യാച്ച് ചെയ്ത് പോവുക. ചിലപ്പോൾ നമുക്ക് 10 പ്രാവശ്യം പറയുമ്പോഴേക്കും ഒരു വട്ടം ക്യാച്ച് ചെയ്യുന്നത്. അത് നമ്മൾ ക്ഷമയോടെ പറഞ്ഞു തരാനായിട്ട് ഒരാൾ കൂടെ ഇരുന്നാൽ മാത്രം മതി. അല്ലാതെ നമുക്ക് ഒരുപാട് കഴിവുണ്ടായിട്ടൊന്നുമല്ല. മനസ്സിലായോ? ഓക്കെ. ഹലോ, എൻ്റെ പേര് അൽഫിയ. ഞാൻ വൈക്കത്തു നിന്നാണ് വരുന്നത്. ഈ കാർ ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഓടിക്കാൻ ലൈസൻസ് ഉണ്ടെങ്കിൽ ലൈസൻസ് എടുത്തിട്ട് ഒരു 8-9 വർഷമായിട്ടുണ്ടാവും. പക്ഷേ ഓടിക്കാനായിട്ടുള്ളൊരു എന്താ പറയുക, കോൺഫിഡൻസ് ഇല്ല. എവിടെയെങ്കിലും ഇടിക്കുമോ, വണ്ടി ഓഫായി പോകും, അങ്ങനത്തെ പേടിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഒരുപാട് ഡ്രൈവിംഗ് സ്കൂളിലൊക്കെ പോയെങ്കിൽ അവർ ജസ്റ്റ് ഓടിപ്പിക്കുന്നതല്ലാണ്ട് വേറെ ഒന്നും പറയുന്നില്ല, പാർക്കിംഗ് ഇല്ല, ഒന്നും പറഞ്ഞു തരുന്നില്ല. അപ്പോൾ അങ്ങനെ എന്തപ്പോഴാണ് ഞാൻ ഇൻസ്റ്റാഗ്രാം വഴിയാണ് റീഹാൻ ഡ്രൈവിംഗ് സ്കൂളിനെ പറ്റി അറിയുന്നത്. കുറേ വീഡിയോസൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇവിടെ എന്താണേലും വഴക്ക് പറയത്തില്ല എന്നുള്ള ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ വിളിച്ചു, ബുക്ക് ചെയ്തു. അപ്പോൾ അങ്ങനെ രാവിലെ 8 മണിയായപ്പോൾ ഇവിടെ എത്തി. ഇവിടെ നിന്ന് ഓടിച്ച് തുടങ്ങിയപ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷയില്ല, കാരണം 2-3 ദിവസം എടുക്കുമെന്നാണ് ഓർത്തത്. പക്ഷെ 5 മണിക്കൂർ കൊണ്ട് ആലപ്പുഴയിൽ നിന്ന് വൈക്കം പോയി തിരിച്ചു വന്നു. ആ വീട്ടിൽ പോയി സ്വന്തം കാറും എടുത്ത് ഓടിച്ചു, പാർക്ക് ചെയ്തു. ഒരുപാട് ഹാപ്പിയാണ്. ഇത്ര ഓടിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഒരുപാട് താങ്ക്സ് ഉണ്ട്. ആശാനെ കാണാൻ പറ്റിയില്ല, പക്ഷേ വിഷ്ണുവാണ് പഠിപ്പിച്ചത്. ഒരുപാട് കംഫർട്ടബിൾ ആയിരുന്നു. എന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ബ്രദറിൻ്റെ കൂടെ ഇരിക്കണേക്കാളും ഒരുപാട് കംഫർട്ടബിൾ ആയിട്ട് എല്ലാം കൃത്യമായിട്ട് പറഞ്ഞു തന്നു. ഒട്ടും പേടിപ്പിച്ചില്ല. അവർ ഭയങ്കരമായിട്ട് തല്ലും പിച്ചും ഒക്കെ ഉണ്ട്. ഇത് പക്ഷേ കൂളായിട്ടിരുന്നു, ഒന്നും മിണ്ടിയില്ല, ഒരു പ്രശ്നമില്ലാണ്ട് ഓടിച്ചു. അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. തിരിച്ചു ഇറക്കി കൊണ്ടുപോകാം. വലിയ വഴിയാണ്ട് പിന്നെ നമുക്ക് കുഴപ്പമില്ല, സൗകര്യത്തിന് പോകാമല്ലോ അല്ലേ? ഓടിക്കുന്നില്ല ഇപ്പൊ? ആരാ പിന്നെ ഓടിക്കുന്നത്? ഞാൻ വീട്ടിൽ ചെല്ലാനുള്ള ധൃതിക്ക് ആൾക്കാരിറക്കിയതൊന്നും കൊടുത്തില്ല. ആണല്ലേ? ഇത് എടുക്കാനുള്ള ധൃതിക്ക് ഇറക്കി പോകുന്നത്. ഈ സൈഡ് നോക്കണം കേട്ടോ എപ്പോഴും. ഇവിടെ കല്ല് കിടക്കുന്നുണ്ട, അത് ചവിട്ടിക്ക് ഓടിച്ചോ മതി. നേരെ ആക്ക്. ഓക്കെ. ഇതിൽ ടിപ്പറൊക്കെ വരുമെന്ന് അല്ലേ പറഞ്ഞു? വരുമല്ലേ, ചെറിയ ടിപ്പർ വരുമല്ലേ? ഞങ്ങളുടെ വീടിന്റെ അങ്ങോട്ടും കയറും. പയ്യെ ബ്രേക്കിലും പയ്യെ കാല് വെച്ച് പയ്യെ വളച്ചോണം. ഓക്കെ, നേരെയാക്ക്. മരുന്നനുസരിച്ച് കൊള്ളാം. വളച്ചു നേരെ പോട്ടെ. റിവേഴ്സല്ലേ വെക്കുന്നത് എപ്പോഴും? നേരെയാക്കി വാ. ക്ലച്ച് വിട്ടോട്. വയ്യ, ആക്സിഡന്റ് കൊടുത്തോ മോളെ വീട് എവിടെയാണ്? മതി, ജീവനുണ്ടോ നോക്കിയതാ. ആക്സിഡന്റ് കൊടുത്തു. ക്ലച്ച് മുഴുവൻ ചോട്ട്, സെക്കൻഡ് ഗിയർ ആക്കി, ക്ലച്ച് ഫ്രീ ആക്കി കൊടുക്കും. ഓക്കെയാണ്. പതിയെ വേഗത കൊടുത്തോ. ഇപ്പോഴും മസിൽ പിടിച്ച് തന്നെ അതിനകത്തിരിക്കുന്നത്, അത് ബലം പിടിച്ചുകൊണ്ടിരിക്കുക.
ഞാൻ നേരത്തെ പറഞ്ഞില്ല, കുറച്ചുകൂടെ ഫ്രീ ആകും. ഇപ്പം ഒരു സൈഡ് നിയന്ത്രിക്കുന്നുണ്ട് കറക്റ്റായിട്ട്, പക്ഷെ അത് ബലം പിടിച്ച് ഭയങ്കര സ്ട്രെയിൻ ചെയ്താ ചെയ്യുന്നത്. അത്ര ആവശ്യമുണ്ട്, കുറച്ചുകൂടെ റിലാക്സ് ആയിട്ടിരിക്കും. ഈ സൈഡ് ഇപ്പൊ തട്ടില്ല, തട്ടേണ്ടി വന്നാൽ എങ്ങനെ മാറ്റണമെന്ന് നിങ്ങൾക്ക് അറിയാം, ശരിയല്ലേ? കുറച്ചുകൂടെ റിലാക്സ് ആയാൽ ഇത്തിരി കൂടി ഈ വണ്ടി സ്മൂത്ത് ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. മുന്നിൽ എന്തുവാ റോഡിന്റെ കണ്ടീഷൻ, ഒരു കയറ്റവാ, ട്രാഫിക്കും ഉണ്ട്, ശരിയല്ലേ? നമ്മുടെ വേഗത കൂട്ടണം. ഇനി വേഗത കൊടുക്ക്, വേഗത കൊടുക്ക്, ആക്സിലേറ്ററിൽ കൊടുക്ക്, ഇത്തിരി കൂടെ വേഗത കൊടുക്കുക, എന്നാലേ കയറി വരത്തുള്ളൂ മേളിലേക്ക്, ശരിയല്ലേ? ഇനി വേണ്ട. ഇനി റോഡിന്റെ കണ്ടീഷൻ എന്താ? ഇറക്കമാണ്. ഇവിടെ നമ്മൾ കൊടുക്കാതെ തന്നെ വണ്ടിക്ക് ഒരു വേഗത വരും. ഒരാൾ വട്ടം ചാടി വേണ്ട. ഞാൻ ചവിട്ടും മുമ്പ് അവിടെ ചവിട്ടി. ഇനി ഇറക്കത്തിൽ നമുക്ക് വേണം ആക്സിലേറ്റർ, വേണ്ട. വണ്ടിക്ക് ഒരു വേഗത വന്നില്ലേ, ഇറക്കം തീർന്നില്ലേ, റോഡ് നിരപ്പായി തുടങ്ങിയില്ലേ, അപ്പൊ വീണ്ടും ആക്സിലേറ്ററിൽ മെയിൻറ്റെയിൻ ചെയ്ത് വണ്ടിയെ. ഓക്കെയാണോ? ആ പെൺപിള്ളേരെ തട്ടുവാ? ഇല്ല. നമുക്ക് സൈഡ് ഉണ്ടോ ഇവിടെ? ഫ്രീ ആയി തുടങ്ങി. പക്ഷെ കൈയുടെ ബലം കൂടെ കുറയ്ക്കണം കേട്ടോ. അത് ശ്രമിക്കുന്നില്ല എന്നേ ഞാൻ പറയത്തുള്ളൂ. ശ്വാസം വിട്ടു. ഇനി ഓക്കെയാ, മതിയെ. സൈഡ് ശ്രമിക്കും. എവിടെ ഞാൻ പറഞ്ഞില്ല, തിരക്ക് കണ്ടാലും ആക്സിലേറ്ററിലെ കാലം ഒഴിവാക്കാം ആദ്യം. ഓക്കെ, അപ്പൊ വണ്ടി പകുതി നമ്മുടെ കൺട്രോളിലാവും. ഇനി കൺട്രോൾ ചെയ്താൽ, ഇനി നിയന്ത്രിച്ചാൽ മതി സ്റ്റിയറിങ്. തിരക്ക് കണ്ടല്ലോ, ജംഗ്ഷൻ അല്ലേ, ആക്സിലേറ്റർ വേണോ? വേണ്ട. ക്ലച്ച് ചവിട്ട്, പയ്യെ ബ്രേക്കിൽ വാ, ഫസ്റ്റ് ഗിയറിലോട്ട് മാറ്. പതിയെ വിട്ടു കൊടുക്കുക വണ്ടിയെ. വീണ്ടും ബ്രേക്ക് ഒഴിവാക്ക്, ക്ലച്ച് മൊത്തം എടുക്കരുത്, അത്രയും മതിയേ. വീണ്ടും ബ്രേക്ക്. അവരെ നോക്കിയിരിക്കുക മോളെ. ബ്രേക്ക് വിടും, സ്റ്റാർട്ട് ചെയ്യും വീണ്ടും. പോട്ടെ. ഈ ആക്സിലേറ്ററിൽ ചെറുതായിട്ടൊന്ന് കാല് എടുത്തോണ്ട് ഓടരുത്, ക്ലച്ച് വിടരുത്. ബ്രേക്ക് വിട്ടോളൂ. ഞാൻ പിടിച്ചതാണേ. ഞാനാന്ന് പറയാ, ഞാനല്ല. നേരെ ആക്കി പോട്ടെ. പയ്യ ആക്സിലേറ്റർ കൊടുക്കണം. നമുക്കിത് എപ്പോൾ സെക്കൻഡ് ഗിയർ ഇടാൻ പറ്റും? അപ്പൊ ആക്സിലേറ്റർ കുറച്ച് അത് ക്ലച്ചിനെ ഫ്രീ ആക്കി കൊടുക്കും. ഓക്കെ, എന്നിട്ട് നമ്മുടെ സൈഡ് വീണ്ടും ശ്രദ്ധിക്കാൻ തുടങ്ങും. ഈ സൈഡിൽ ഓട്ടോ ഉണ്ട്. മുന്നിലെ റോഡിന്റെ കണ്ടീഷൻ നോക്കിയാൽ ഒരു കയറ്റമുണ്ട്, അതൊരു ജംഗ്ഷനുമാണ്. ഓടിച്ചെന്ന് നമുക്ക് അവിടെ തിരിയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മുടെ വേഗത കുറച്ചുകൂടെ കൺട്രോൾഡ് ആവണ്ടേ? നമ്മൾ അവിടെ നിരങ്ങിയാലേ പോകാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് പറ്റിയ ഗിയർ ഏതാ? ഉടനെ ഇടരുത്. അപ്പൊ ആക്സിലേറ്ററിന് കാലെടുക്ക്. വണ്ടിയുടെ വേഗത കുറഞ്ഞാ കയറ്റമായതുകൊണ്ട്. ഇനി ഏത് ഗിയർ ഇടണം? പയ്യെ ബസ്സിലോട്ട് ഇട്. ഇനി ഉരുളാൻ സമ്മതിക്കണ്ടേ? ക്ലച്ച് ഇത്തിരി ലൂസി. മുഴുവൻ വിട്ട് കളഞ്ഞാൽ വണ്ടി ഓഫായി പോകും. ക്ലച്ച് ഉണ്ടാവണം കാലിൽ, ബ്രേക്കും ഉണ്ടാവണം കാലിൽ, ആവശ്യം വന്നാൽ ചവിട്ടാൻ. ഓക്കെ, പതിയെ നമ്മുടെ സൈഡിലേക്ക് തിരിഞ്ഞു പോവാം. ഇൻഡിക്കേറ്റർ ഇട്ടാൻ മറന്നുപോയി. പതിയെ ടേൺ ചെയ്ത് പോവാം നമ്മുടെ സൈഡിലേക്ക്. നമ്മുടെ സൈഡിലെത്തിയാ അതിനനുസരിച്ച് നേരെയാക്കി സമയമെടുത്ത് മതി. അകലാൻ സമ്മതിക്കരുത് ഇടതുവശത്തുനിന്ന്. അങ്ങനെ. ഇനി ആവശ്യം കഴിഞ്ഞില്ലേ? ക്ലച്ചിന് ആവശ്യം ഉണ്ടോ? ഇനി ഇല്ല. വേഗത വന്നില്ലേ? അത് ചെറുക്കനെ വേണ? ഇല്ല. ചുമ്മാ ഞാൻ തമാശക്ക് പറയുന്ന കേട്ടാ. നിങ്ങളൊന്ന് റിലാക്സ് നിങ്ങളുടെ മസിലൊന്ന് വിടാൻ വേണ്ടിട്ട് ഞാൻ പറയുന്ന കേട്ടാ. ഫീൽ ചെയ്യരുത് ഒന്നും. ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. അതിനിടയ്ക്ക് ഇംഗ്ലീഷ് മീഡിയം വന്നുടനെ കുറെ ഇംഗ്ലീഷാ എന്നോട് പറഞ്ഞത്. ഞാൻ പകച്ചു പോയി. ഞാൻ സൈഡ് ഞാനങ്ങ് ഇല്ലാണ്ടായി പോയി. സൈഡ് ശ്രദ്ധിക്കും. അങ്ങനെ വെട്ടിക്കേണ്ടി വരരുത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അങ്ങനെ ഒരു തടസ്സം മുന്നിൽ വന്നാൽ ആദ്യം ആക്സിലേറ്റർ ഒഴിവാക്കിയത്.